വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമ യോഗത്തിലെ 2-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇവിടെ 7-ാമത്തെ ശ്ലോകം മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് എന്നുള്ള അറിവാണ് ഭഗവാൻ 15-ാം അധ്യായത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഭഗവാൻ പറയുന്നു, അർജുന, പരമാത്മാവിൻ്റെ അംശം ശരീരങ്ങളിലൂടെ പ്രകാശിക്കുമ്പോൾ ജീവാത്മാവ് എന്ന് അറിയപ്പെടുന്നു. ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജീവനുള്ളതാക്കി തീർക്കും, അവയ്ക്ക് പ്രവർത്തനശേഷി നൽകുന്നു. പരമാത്മാവ് ശരീരമനോബുദ്ധികൾക്ക് ജീവൻ കൊടുത്ത് പ്രകാശിപ്പിക്കുമ്പോൾ ജീവാത്മാവായി തീരുന്നു. ജീവൻ്റെ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ ഇരിക്കുന്ന ശരീരം ഉപേക്ഷിച്ച് സ്വന്തം വാസനയ്ക്കനുസരിച്ച് പുതിയൊരു ശരീരം സ്വീകരിക്കുന്നു. വാസനകൾ തീരുന്നതുവരെ ജനന മരണ പ്രവാഹത്തോടു കൂടിയ ജീവിതം തുടരുന്നു. ജീവൻ ശരീരത്തിൽ പ്രകാശിക്കുമ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരന്തരം പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാൻ പറയുന്നു, മനോബുദ്ധികളും ഇന്ദ്രിയങ്ങളും അടങ്ങിയതാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്ന് പിരിയുന്നതിനെ മരണം എന്ന് പറയുന്നു. തുടർന്ന് ഭഗവാൻ പറയുന്നു, ജീവാത്മാവ് ശരീരം വിടുമ്പോൾ പൂവിൽ നിന്ന് വായു വാസനയെ എടുത്തുകൊണ്ട് പോകും പോലെ ജീവൻ സൂക്ഷ്മ ശരീരത്തെ എടുത്തുകൊണ്ടു പോകുന്നു. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യദവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയത്. എന്താണ് വാസന എന്നും എന്താണ് സൂക്ഷ്മ ശരീരമെന്നും നമുക്ക് മനസ്സിലാക്കാം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കർമ്മങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട വികാര വിചാരങ്ങളും അതിൽ നിന്നുണ്ടായ സംസ്കാരവുമാണ് വാസന എന്ന് പറയപ്പെടുന്നത്. ഇതിനെ തന്നെയാണ് സൂക്ഷ്മ ശരീരം എന്നും പറയുന്നത്. ജീവാത്മാവ് ശരീരം വിടുമ്പോൾ തൻ്റെ കൂടെ കൊണ്ടുപോകുന്നതും ഈ സൂക്ഷ്മ ശരീരത്തെയാണ്, അല്ലാതെ സ്ഥൂലമായ ഇന്ദ്രിയങ്ങളെ അല്ല. കർമ്മങ്ങളുണ്ടാക്കുന്ന വികാര വിചാരങ്ങളും ആശകൾ, നിരാശകൾ, ചിന്താഗതികൾ ഇവയൊക്കെയാണ് വാസന എന്ന സംസ്കാരമായി തീരുന്നത്. സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവയെയും മനസ്സിനെയും ജീവാത്മ ചൈതന്യം സദാ തന്നിലേക്ക് ആകർഷിക്കുന്നു. എന്ന് വെച്ചാൽ കണ്ണിലൂടെ കാണുകയും കാതിലൂടെ കേൾക്കുകയും മൂക്കിലൂടെ മണക്കുകയും ത്വക്കിലൂടെ സ്പർശിക്കുകയും നാവിലൂടെ രുചിക്കുകയും ചെയ്യുന്നതെല്ലാം മനസ്സിൻ്റെ സഹായത്തോടെ ജീവൻ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ജീവാത്മാവ് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നു. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ആത്മാവ് നിലകൊള്ളുന്നു. എല്ലാ അറിവുകളെയും അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ആത്മചൈതന്യമാണ്. ഈ കാര്യത്തെ വിഷയവൈരാഗ്യം വന്ന ജ്ഞാനികൾ മാത്രമേ അറിയുന്നുള്ളൂ. ജ്ഞാനികളുടെ ആത്മജ്ഞാനത്തെ ജ്ഞാനചക്ഷുസ് എന്ന് പറയുന്നു. അന്ധകരണം ശുദ്ധമായ ജ്ഞാനികൾ പരമാത്മാവിനെ ഹൃദയത്തിൽ അറിയുന്നു. ആത്മാവ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണെന്നും എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിൻ്റെ ആധാരമാണെന്നും എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്നും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു. സൂര്യൻ്റെ തേജസ്സും ചന്ദ്രൻ്റെ നിലാവും അഗ്നിയുടെ ചൂടും എല്ലാം ആത്മചൈതന്യത്താലാണ് നാം അറിയുന്നത്.
ജഠരാഗ്നിയായ വൈശ്വാനരനായി ആഹാരത്തെ ദഹിപ്പിക്കുന്നതും പ്രാണാപാനന്മാരായ വായുക്കളെ പ്രവർത്തിപ്പിക്കുന്നതും ദഹന വിസർജ്യ പ്രക്രിയകളെ നടത്തുന്നതും എല്ലാം ആത്മചൈതന്യത്തിൻ്റെ പ്രഭാവത്താലാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേകിലം യച്ചന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധി മാമകം. അർജുന, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഓർമ്മയും മറവിയും അറിവും അജ്ഞാനവും എല്ലാം ഉണ്ടാകുന്നത് എന്നിൽ നിന്നാണ്. ഓർക്കേണ്ടതിനെ സ്മൃതിപഥത്തിലെത്തിക്കുന്നതും ആവശ്യമില്ലാത്തവയെ മറവിയിലോട്ട് തള്ളുന്നതും ഞാൻ തന്നെയാണ്. വേദങ്ങളെ സൃഷ്ടിച്ചവനും വേദത്തെ അറിയുന്നവനും വേദങ്ങളിലൂടെ അറിയപ്പെടുന്നവനും ഒരേ പരമാത്മാവാണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈയഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. ഭഗവാൻ ഉപദേശങ്ങൾ തുടരുന്നു. നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു. ഭഗവൻ നമസ്തേ.